ഹായ് ആൾ എല്ലാവർക്കും വലിയൊരു നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു സംഭാഷണ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് കേട്ടിട്ടുള്ള, മറ്റുള്ളവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി സമൂഹത്തിൽ നടക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ടുള്ള വീഡിയോസാണ് എനിക്ക് അധികം ചെയ്യാനിഷ്ടം. അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ മറ്റാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മറ്റൊന്നുമല്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ സമൂഹത്തിൽ, ജോലി സ്ഥലങ്ങളിൽ, വീടുകളിലൊക്കെ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അതിന് തീരെ വില കൊടുക്കാതിരിക്കുക. അവർ പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരിക്കും, പക്ഷെ പറഞ്ഞത് പെണ്ണാണല്ലോ, ഞാൻ വില കൽപ്പിക്കില്ല. എങ്ങനെയെങ്കിലും അവരെ ഇങ്ങനെ ഒരുമാതിരി അടിച്ചമർത്തണം, എന്തെങ്കിലും കളിയാക്കുക, എന്തെങ്കിലും ഒരു മോശം വാക്കുകൊണ്ട് അവരെ അങ്ങ് സപ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പം എതിരെ നിൽക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ, ഒരാണാണെങ്കിൽ, അയാളുടെ സ്വരം കൊണ്ട്, ആ സ്വര ഗാംഭീര്യം കൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ പുച്ഛിക്കുക, ആസ് യൂഷ്വൽ പുച്ഛം. ചിലപ്പോൾ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് ശത്രുക്കളാവാറുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്ത്രീകളെന്ന് പറഞ്ഞാൽ, പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ, നോക്കൂ, ജനിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലെ കാര്യമൊക്കെ നോക്കി, അടുക്കളയിലെ ജോലിയൊക്കെ നോക്കി നിൽക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണം. ആ കാലഘട്ടം കഴിഞ്ഞു പോയി എന്ന് പലവരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം ആ പദ്ധതി ഇല്ല, അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ സ്ത്രീകൾ ഒരിടത്ത് അടഞ്ഞു കൂടിക്കോളൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല എന്ന് പറയുന്ന ആ നൂറ്റാണ്ടേ മാറി. ഇന്ന് ഈ പറയുന്ന സ്ത്രീകൾക്ക് അന്നും ഇന്നുമൊക്കെ നല്ല ലോജിക്കും നല്ല ബുദ്ധിയും ഒക്കെ ഉള്ളവരാണ്. പലപ്പോഴും അവർ പറയാൻ പറ്റാതെ ഇരുന്ന്, അല്ലെങ്കിൽ പറയാതെ എല്ലാം കടിച്ചമർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. കുറേ പേര് പേടിച്ചൊന്നും പറയില്ല അവരനുഭവിക്കുന്ന കാര്യങ്ങൾ, അവർ നേരിടുന്ന ഓരോ ക്രൂരമായ പീഡനങ്ങൾ പോലും അവർ പറയില്ല. പക്ഷേ ഇപ്പോൾ ഒക്കെ നോക്കിയാൽ ഒരു വീട്ടിൽ ആണും പെണ്ണും ആണും, 2-3 പെൺകുട്ടികളായിക്കോട്ടെ, 2-3 ആൺകുട്ടികളായിക്കോട്ടെ, അതിലൊരു പെൺകുട്ടി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും മികച്ച രീതിയിൽ പഠിച്ച് നല്ല ജോലികളൊക്കെ എടുത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ബോത്ത് പ്രൊഫഷണലിയും പ്രൊഫഷൻ വൈസ് ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അവർ ഈക്വലി ചെയ്യാൻ അവർ നല്ല സമർത്ഥരായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർക്ക് നേരിടുന്ന കാര്യങ്ങൾ അവരുടെ ഭാഷയിൽ അവർ പറയും. ഇപ്പം തെറ്റായിട്ടൊരു കാര്യമാണെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പറഞ്ഞ് നമ്മൾ സമ്മതിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ സ്ത്രീകൾ പറഞ്ഞാൽ ഇത്ര പുച്ഛിക്കാൻ എന്താ ഉള്ളത്? അവർ പറഞ്ഞാൽ എന്തോ അംഗീകരിച്ചാൽ അതൊരു നാണക്കേട് പോലെയാണ്. ഞാനങ്ങനെ വലിയ ഫെമിനിസ്റ്റൊന്നും അല്ല കേട്ടോ. എനിക്കങ്ങനെ പുരുഷന്മാരോടും പ്രത്യേകിച്ച് ദേഷ്യമോ കാര്യങ്ങളുള്ള ഒരാളൊന്നും അല്ല. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ സ്വരം, നമ്മുടെ